മാലിന്യ മേനോന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിൽ സെലസ്റ്റീൻ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ബുട്ടീക്ക് നടത്താണ്. ഈ ഓൺലൈൻ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് 3 months ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ DICൻ്റെ ത്രൂ ആണ് കീഡിൻ്റെ പ്രോഗ്രാംസിനെ പറ്റി അറിഞ്ഞത്. കീഡിൻ്റെ ഇതിൽ ഞാനൊരു 2 പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇംപ്രൂവ് യുവർ ബിസിനസ് ആൻഡ് രണ്ടാമത്തെ സ്റ്റേജ് അടുത്ത പ്രോഗ്രാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഇംപ്രൂവ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ലെക്ചേഴ്സ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, മീൻസ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. രജിസ്ട്രേഷൻ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നു. ഓൺലൈനായിട്ടുണ്ടായില്ല, ജസ്റ്റ് രജിസ്ട്രേഷൻ സമയത്ത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് മെയിൻലി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും അവരുടെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക, അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ബിക്കോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ രണ്ടാമത് ഇ-കോമേഴ്സ് ആൻഡ് ജെം ആയിരുന്നു. അത് എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നി. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ഈ ഓൺലൈൻ ചെയ്യുന്ന മുമ്പ് വീട്ടിലൊരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് നോളേജ് ഇല്ലാത്ത കാരണം നമ്മൾ എങ്ങനെയാണ് സാധനങ്ങൾ മേടിക്കുന്നത്, പ്രൊക്യൂർ ചെയ്യുന്നത് നോളേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്റ്റഡ് ഐറ്റംസ് ഒക്കെ മേടിച്ച് സെയിൽ ചെയ്യും. എന്നിട്ട് ഇതിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ ഇ-കോമേഴ്സിൽ നമുക്ക് കുറേ സ്റ്റോക്ക് വെക്കണം, അത് പല സൈസിലെടുത്ത് വെക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ എന്തൊക്കെയായിരുന്നു കുറവുകൾ ആ ബിസിനസ്സിൽ, ഇതിൽ ഇപ്പോൾ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ ജെമ്മിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് എനിക്ക് വളരെ ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ ആയിട്ട് തോന്നി ജെമ്മിന്. അത് GST ഇല്ലാണ്ടെയും ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി. അതൊരു നല്ല പ്ലസ് പോയിൻ്റാണ്. പിന്നെ എനിക്ക് ഞാൻ ബിസിനസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ അതിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീച്ച് കിട്ടണം, സെയിൽസ് ഉണ്ടാവണം. അതൊക്കെ നമുക്ക് നോളജ് നല്ല ക്ലാസ്സും നോളജൊക്കെ കിട്ടും. ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നി ഈ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ഉടനെ ജോയിൻ ചെയ്യണം. ബിക്കോസ് സാധാരണ ക്ലാസ്സസ് എല്ലാം വളരെ നല്ലതാണ്, യൂസ്ഫുള്ളാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്കിതൊന്ന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ഇൻഫർമേഷൻ കിട്ടിയതും. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കണക്ടിവിറ്റി ഉണ്ട്, പലവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും, നമ്മുടെ കാര്യങ്ങൾ അഡ്വൈസ് എടുക്കാൻ പറ്റും. ബിക്കോസ് കുറേ സെയിം ബിസിനസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സ്റ്റേജസ് ആയിരിക്കും ബിസിനസ്സിൽ. അപ്പോൾ നമുക്ക് ആ ഒരു കൂട്ടായ്മ അവിടെ അനുഭവിക്കാം. ആൻഡ് ഇതോടെ എനിക്ക് ഇനിയും നല്ല നല്ല പ്രോഗ്രാംസ് വരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വേറെ ആൾക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് അതുപോലെ ഞാനും അറ്റൻഡ് ചെയ്യും. അതുകൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഇനിയും എനിക്ക് പ്രോഗ്രസ് വരുത്താനും പറ്റും. DIC കീഴിന് വളരെയധികം താങ്ക്സ് പറയുന്നു. ബിക്കോസ് അതിൻ്റെ കാരണം എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ